പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടിയുമായി ഇന്ത്യ ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ സ്പിൽവേ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചു. ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങവെ ആയുധ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുടെ ദീർഘകാലാവധി വെട്ടിച്ചുരുക്കി. നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടരുന്ന പാകിസ്ഥാൻ 8 ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കേസിൽ അന്വേഷണം തുടരുന്ന NIA പഹൽഗാമിലെ കച്ചവടക്കാരനെ ചോദ്യം ചെയ്യുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്ന യുദ്ധമായി കണക്കാക്കുമെന്ന പ്രസ്താവന നടത്തി പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് വെള്ളം ലഭിക്കുന്ന ചെനാബ്, സിന്ധു, ജലം എന്നീ നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാനുള്ള നടപടിയാണ് ഇന്ത്യ തുടങ്ങിയത്. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തിയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചത്. ഝലം നദിക്ക് കുറുകെയുള്ള കൃഷ്ണഗംഗ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി സമാന നടപടി സ്വീകരിക്കും. പാകിസ്ഥാന്റെ കാർഷിക മേഖല പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ 3 നദികളിലെ വെള്ളമാണ്. അതിനിടെ ജമ്മു മുതൽ കശ്മീർ വരെ നിയന്ത്രണ രേഖയിലെ വിവിധ സെക്ടറുകളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തി. കുപ്വാര, ബാരാമുള്ള, രജൌരി, പൂഞ്ച്, മെന്ദാർ, നൌഷേര, സുന്ദർബനി, അക്നൂർ സെക്ടറുകളിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. തുടർച്ചയായ 10ാം ദിവസമാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. സൈനിക നടപടി ഏതു നിമിഷവും ഉണ്ടാകാമെന്നിരിക്കെ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ 12 ആയുധ ഫാക്ടറികളിലെ ജീവനക്കാരുടെ ദീർഘകാലാവധി റദ്ദാക്കി. 2 ദിവസത്തിൽ കൂടുതൽ അവധി നൽകില്ലെന്നാണ് ഉത്തരവ്. പ്രതിരോധ സാമഗ്രികളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കേസിൽ അന്വേഷണം തുടരുന്ന NIA ബൈസറിനിലെ കച്ചവടക്കാരനെ ചോദ്യം ചെയ്തു. ആക്രമണത്തിന് 15 ദിവസം മുൻപ് കട തുടങ്ങിയ ഇയാൾ ആക്രമണ ദിവസം കട തുറന്നിരുന്നില്ല. ഇയാളുടെ മൊബൈൽ അടക്കം പരിശോധിച്ചു വരികയാണ്. അതേസമയം ഏപ്രിൽ 19-ന് ശ്രീനഗറിൽ സഞ്ചാരികൾക്ക് നേരെ ആക്രമണ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്ന വിവരവും പുറത്തുവന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി വ്യോമസേനാ മേധാവി AP സിംഗ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠിയും മോദിയെ കണ്ടിരുന്നു. സേനയുടെ തയ്യാറെടുപ്പും സ്ഥിതിഗതികളും ഇരുവരും പ്രധാനമന്ത്രിയെ അറിയിച്ചു. ജമ്മു കാശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 3 സൈനികർ മരിച്ചു. അമിത് കുമാർ, സുജീത് കുമാർ, മൻ ബഹാദൂർ എന്നിവരാണ് മരിച്ചത്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന സൈനിക ട്രക്കാണ് റംബാൻ ജില്ലയിലെ ബാറ്ററി ചഷ്മയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. 600 അടി താഴ്ചയിലേക്കാണ് ട്രക്ക് മറിഞ്ഞത്. സൈന്യത്തിന്റെയും പോലീസിന്റെയും SDRPFന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്.